ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഫുഡ് ബ്ലോഗർമാരും ഇൻഫ്ലുവൻസർമാരും തള്ളി മറിച്ച കോഴി. വിഷ്വൽ കണ്ടപ്പോൾ അടിപൊളിയാണ്. എന്നാൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാനും വൈഫും പിള്ളേരും കൂടി ഒന്ന് ഇറങ്ങിയതാണ്. എത്തിയത് നമ്മുടെ എറണാകുളം കലൂരുള്ള ഒരു ഹോട്ടലിൽ. ഫുഡ് ബ്ലോഗർമാർ പറഞ്ഞ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു. നല്ല ക്രീമി ഐറ്റമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ എനിക്കും സംഭവം ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, വൈഫിനും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്ലോഗർമാർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ വെറൈറ്റി ഐറ്റമാണ്, ഇത് വേറെ കടകളിലൊന്നും ഇത് കിട്ടില്ല എന്നും പറഞ്ഞു. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇപ്പോൾ ചില കടകളിലൊക്കെ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, ബ്ലോഗർമാർ പറഞ്ഞ പല കാര്യങ്ങളോടും ഈ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് ബ്ലോഗർമാർ പറയാത്ത പല കാര്യങ്ങളുണ്ട്, അത് ഞാനിവിടെ പറയാം. ഞാനും വൈഫും കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഹാഫ് മതി. അതായത് ഹാഫ് കുഴിമന്തി, ഹാഫ് അൽഫാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കടകളിൽ ഓർഡർ ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ ഹാഫ് ക്രീമി ചിക്കനാണ് ഓർഡർ ചെയ്തത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അത് പിന്നെ ആരുടെ കുറ്റമല്ല, ഷോപ്പിൻ്റെ ക്വാളിറ്റി കൂടുന്നതും കൂടുതൽ ആളുകൾ ഫുഡ് കഴിക്കാൻ വരുന്നതും തിരക്കുണ്ടാകുന്നതും മൂലം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതിനാണ് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. അങ്ങനെ നമ്മൾ ഹാഫ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. 2 പേരായിട്ട് വരുന്ന പലരും ഒരു ഫുള്ളാണ് ഓർഡർ ചെയ്യുന്നത്. ഒരു ഫുൾ എന്ന് പറയുമ്പോൾ ഹാഫ് ഒരു ഐറ്റം, ഹാഫ് മറ്റൊരു സ്പെഷ്യൽ ഐറ്റം, അങ്ങനെയാണ് അവർ ഓർഡർ ചെയ്യുന്നത്. സംഭവം വേറൊന്നുമില്ല, ഫുഡിൻ്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണെങ്കിലും ക്വാണ്ടിറ്റി ഇല്ല. അതിനൊരു തെളിവും കൂടി ഞാൻ തരാം. മെനു കാർഡിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. മെനു കാർഡിൽ ഹാഫ് മുതലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം മെനു കാർഡിൽ ഇല്ല. അതായത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരാൾ ക്വാർട്ടർ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ക്വാർട്ടർ പ്ലേറ്റിലാക്കി കൊണ്ടുവരണമെങ്കിൽ ആ പ്ലേറ്റ് കണ്ട കണ്ണ് തള്ളും. അതാണ് അത്ര ഉള്ളൂ ആ ക്വാർട്ടറിൻ്റെ സൈസ്. അതുകൊണ്ടാണ് ക്വാർട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ അവർ അവിടെ ഇല്ലാതെ ഹാഫ് എന്നുള്ളൊരു ഓപ്ഷൻ ആക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഹാഫ് വരുമ്പോൾ തന്നെ നമുക്ക് ഹാഫിൻ്റെ ഒരു സൈസ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നമ്മൾ പല കടകളിൽ നിന്നും കഴിക്കുന്ന ആളുകളാണല്ലോ. സ്വാഭാവികമായിട്ട് ഹാഫ് മറ്റുള്ളവരുടെ പ്ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കി പലരുമാണ് ഇവിടെ 2 പേര് കഴിക്കാൻ വരുമ്പോൾ ഒരാൾക്ക് ഹാഫ് എന്നുള്ള രീതിയിൽ 2 പേര് കഴിക്കാൻ വരുമ്പോൾ ഒരു ഫുൾ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വിലയും കൂടുതലാണ്. ഹാഫിന് 350-330 രൂപയ്ക്കാണ് ഹാഫിന് വരുന്നത്. അതും കോഴിക്ക് മാത്രമുള്ള വിലയാണ്. അതിൻ്റെ കൂടെ കുബൂസോ റൊമാലിയോ ഒന്നുമില്ല, സാലഡോ പിക്കിളോ വെജിറ്റബിളോ ഒന്നുമില്ല കേട്ടോ. സ്വാഭാവികമായിട്ട് അത് കൂടുതലാണ്, ചെറുതായിട്ട് കൂടുതലാണ്. പിന്നെ ചെറിയ കോഴിയാണ്, അപ്പോൾ വിലയും കൂടുതലാണ്. അപ്പോൾ സംശയമുള്ളവരുണ്ടെങ്കിൽ മറ്റു ഫുഡ് ബ്ലോഗർമാരുടെയൊക്കെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ്റെ വീഡിയോയിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഈ വീഡിയോക്ക് വരുന്ന കമൻറ്റുകൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൽ മറ്റൊരു കോമഡി എന്ന് പറയുന്നത്, പൈസ മേടിച്ച് ഫുഡ് ബ്ലോഗർമാർ ചെയ്യുന്ന ഫുഡ് ബ്ലോഗിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അവർക്ക് കടകളോട് ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ഓക്കെ, നമ്മളും അംഗീകരിക്കുന്നു. പക്ഷേ അതിൽ ന്യായമായിട്ട് വരുന്ന കമൻറ്റുകൾ ചെറിയ കോഴിയാണോ അല്ലെങ്കിൽ കാടക്കോഴിയാണോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ പോയി കഴിച്ച ആളുകളും ആ വിഷ്വൽ കണ്ട ആളുകളും ചോദിക്കുമ്പോൾ അതിനെ കടയെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫുഡിനെ ന്യായീകരിച്ചുകൊണ്ട് കമൻറ്റിന് റിപ്ലൈ കൊടുത്ത് മെഴുകുന്ന ഫുഡ് ബ്ലോഗർമാരാണ് നമുക്ക് കാണുന്നത്. ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഫുഡ് ബ്ലോഗർമാർ റിപ്ലൈ കൊടുക്കാറുമില്ല. അപ്പോൾ പ്രിയ ഫുഡ് ബ്ലോഗർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൈസ മേടിച്ച് വ്ളോഗ് ചെയ്യുമ്പോൾ കടക്കാരോട് കാണിക്കുന്ന അതേ കമ്മിറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കാണുന്നവരോടുണ്ട്. കാരണം കടക്കാരെ നിങ്ങൾ വളർത്തി വലുതാക്കുമ്പോൾ നിങ്ങളുടെ ചാനലിനെ വളർത്തി വലുതാക്കുന്നത് നിങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്വന്തം പ്രേക്ഷകരാണ്. സോ അവരോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഷോപ്പുകളുടെയോ കടകളുടെയോ എന്ത് തന്നെ ആയിക്കോട്ടെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് നിയമപ്രകാരം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി, നിങ്ങളുടെ ഒരു മര്യാദ, അതിൻ്റെ ആ കടയിലെ ഐറ്റത്തിൻ്റെ വില, നിങ്ങൾ കാണിക്കുന്ന സാധനത്തിൻ്റെ വില പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കൂടി കാണിക്കേണ്ടത് നിങ്ങളുടെ ഒരു ബാധ്യതയാണ്. കാര്യം നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളോട് നിങ്ങൾക്കൊരു ജെനുവിനിറ്റി ഉണ്ട്, നിങ്ങളുടെ ചാനലിനോട് നിങ്ങൾക്കൊരു സത്യസന്ധതയുണ്ട്, അത് നിങ്ങൾ കാണിക്കണം. ഓക്കെ, ഇനിയും ഈ വീഡിയോയെ ന്യായീകരിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ന്യായീകരിക്കുന്നതിനും തെറി പറയുന്നതിനും മുമ്പ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ കടയുടെ ഫ്രണ്ടിൽ പോയി ഒന്ന് നോക്കാം. ഒന്നെങ്കിൽ കഴിച്ചു നോക്കുക, അല്ലെങ്കിൽ അത് വേണ്ട, അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഹാഫിൻ്റെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ്റെ പ്ലേറ്റ് വരുമ്പോൾ അതിൻ്റെ സൈസ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം അവിടെ കഴിക്കാൻ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഓടിച്ചാടി പോകണമല്ല, സമയം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാൻ പോയാൽ മതി. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. സീറ്റ് കിട്ടാൻ വേണ്ടി നമുക്കൊരു 15 മിനിറ്റ് എടുത്തു. സീറ്റ് കിട്ടി ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് വരാൻ വേണ്ടി ഒരു 20 മിനിറ്റോളം എടുത്തു. അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് ഓർഡർ ചെയ്ത് ഇപ്പോൾ മനസ്സിലായി ചെറുതാണെന്ന്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ മെനു കാർഡിൽ ആഡ് ഓൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് കൂടുതൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ തന്നെ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ നോക്കിയപ്പോൾ ലെഗ് പീസിന് 100 രൂപ, ചെസ്റ്റ് പീസിന് 110 രൂപ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒരു ചെസ്റ്റ് പീസ് 110ൻ്റെ ഓർഡറും ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതിപ്പോൾ ഓർഡർ ചെയ്യണോ, ആഡ് ഓൺ ഉള്ളത് ഇപ്പോൾ ഓർഡർ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് വന്നിട്ട് ഓർഡർ ചെയ്താൽ മതിയോ? അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോ. കാര്യം ഇത് സ്ലോ കുക്ക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വരാൻ വേണ്ടി 15 മിനിറ്റ് 20 മിനിറ്റോളം എടുക്കും. സോ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പോൾ തന്നെ ഒരു ആഡ് ഓൺ, ഒരു ചെസ്റ്റ് പീസും കൂടി ഓർഡർ ചെയ്തു.
അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കണേ, ഈ സ്ലോ കുക്ക് എന്ന് പറയുന്ന സാധനം 5-6 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കണേന്നാണ് നമ്മുടെ മറ്റു പല ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോയിൽ കണ്ടത്. സ്വാഭാവികമായിട്ടും കടക്കാർ പറഞ്ഞു കൊടുത്തത് ചെയ്യിച്ച വീഡിയോ ആണ്. അങ്ങനെ 5-6 മണിക്കൂർ കുക്ക് ചെയ്യണ സാധനം നമ്മൾ ഈ ഓർഡർ ചെയ്യണ 15 മിനിറ്റ് കൊണ്ടാണ് അവർ ചെയ്തു വരുന്നത്. അല്ലല്ലോ, സ്വാഭാവികമായിട്ട് അത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനമല്ലേ. അത് പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരാനോ എന്തിനാണ് ഈ 15-20 മിനിറ്റ് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഓക്കെ, അത് കടയുടെ ഒരു പ്രൊസീജിയർ ആയിരിക്കാം. ഇനി തിരക്ക് കാണിക്കാൻ വേണ്ടിയുള്ള അവരുടെ മെത്തേഡാണോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യണ പ്രൊസീജിയർ ആയിരിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു, നമ്മൾ കഴിച്ചു, കുട്ടികൾ കഴിച്ചു, എല്ലാവരും ഫുഡ് തീർന്നു. ആഡ് ഓൺ ആയിട്ടുള്ള സംഭവം വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കുറേശ്ശെയാണ് കൊടുക്കുന്നതെങ്കിലും കുട്ടികൾ ചവക്കണ സമയവും നമ്മൾ കഴിക്കുന്ന സമയവും സ്വാഭാവികമായിട്ട് ഒരാൾ കഴിച്ച് തീരുന്ന സമയത്തിനേക്കാളും കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ കഴിച്ചത്. എന്നിട്ടും നമ്മൾ ആഡ് ഓൺ ആയിട്ടുള്ള സംഭവം വന്നിട്ടില്ല. 10 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനിടക്ക് നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഒരു എന്നും പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ കൂടുതൽ സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിന് ഒതുക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ പുറകിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ നിൽക്കുകയാണ്. ഓൾറെഡി സീറ്റൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ സീറ്റിൻ്റെ തൊട്ട് പുറകിൽ ആളുകൾ വെയിറ്റിംഗ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്ലേറ്റിലൊന്നുമില്ല, പ്ലേറ്റ് കാലിയാണ്. എന്നിട്ട് ഇവന്മാരെ എഴുന്നേറ്റ് പോകുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയോടാണ് അവർ നമ്മളെ നോക്കുന്നത്. കാരണം നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റും. നമ്മളും ഇതുപോലെ മറ്റുള്ളവരെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി കാത്തു നിന്നിട്ടാണ് നമുക്കും സീറ്റ് കിട്ടിയത്. സോ അവരുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കും മതിയായി. ഞാൻ പിന്നെ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി വേറൊരു കടയിൽ കയറി ഫുഡ് മേടിച്ചിട്ടാണ് പോയത്. കാര്യം പിള്ളേരുടെയും വിശപ്പ് അറിയില്ല, ആരുടെയും വിശപ്പ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കടേനെ കുറ്റം പറയുകയോ ഫുഡിനെ കുറ്റം പറയുകയോ ചെയ്യുകയല്ല ചെയ്തത്. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾ അറിയിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഇതുപോലെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫുഡ് കഴിക്കാൻ പോയപ്പോഴോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആളുകളൊക്കെ ഒന്ന് അറിയട്ടെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ അറിയട്ടെ, നിങ്ങളുടെ കമൻറ്റിലൂടെയെങ്കിലും അറിയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇത്തരം സംഭവങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഒന്ന് കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അടയെ ന്യായീകരിച്ച് വരുന്ന കമൻറ്റുകളും ഉണ്ടാവും. കാര്യം കടക്കാരും ഈ വീഡിയോ കാണുമല്ലോ. സോ അതും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.